Hi everyone, this is Abin from Evika. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് WWDC23ന്റെ കുറച്ചധികം ഡീകോഡിംഗ് ആണ്. എന്ത് ഡീകോഡിംഗ് അല്ലേ? നമ്മുടെ ഈ പറയുന്ന ഡെവലപ്പേഴ്സ് ആപ്പിൽ തന്നെ നമുക്ക് ഏകദേശം 15 സ്റ്റിക്കേഴ്സ് ആപ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഓരോ 15 സ്റ്റിക്കേഴ്സിലും അല്ലെങ്കിൽ കുറച്ചധികം സ്റ്റിക്കേഴ്സിൽ ആപ്പിൾ കുറച്ച് ഈസ്റ്റർ എഗ് ഒളിപ്പിച്ചിട്ടുണ്ട്. ആപ്പിൾ ഓരോ വട്ടവും ഓരോ ചെറിയ പോസ്റ്റേഴ്സ് റിലീസ് ചെയ്യുമ്പോൾ പോലും അതിലൊരു ഹിഡൻ ഡീറ്റെയിൽ കൊടുക്കാറുണ്ട്. അത് ഡീകോഡ് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഫുൾ കാര്യങ്ങളും ആലോചിക്കാൻ പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുൾ ഫ്ലെജ് ആയിട്ട് നോക്കാൻ പോവാം. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലും കൂടെ എനേബിൾ ചെയ്യേണ്ടതാണ്. എല്ലാ കൊല്ലവും ഞാൻ പറഞ്ഞ പോലെ ആപ്പിൾ ഒരു കുറച്ചധികം ലീക്സ് ആൻഡ് റൂമേഴ്സ് അടങ്ങിയിട്ട് ഒരു പോസ്റ്റേഴ്സും കുറച്ചധികം സ്റ്റിക്കേഴ്സും റിലീസ് ചെയ്യും. ഈ പറഞ്ഞ സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കുന്നത് വെച്ചാൽ ആപ്പിളിൻ്റെ തന്നെ ഫ്രീ ആയിട്ടൊരു ആപ്പാണ് ഈ പറഞ്ഞ ഡെവലപ്പർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം iMessageൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ സ്റ്റിക്കേഴ്സും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ഈ തന്നിരിക്കുന്ന ഈ 15 സ്റ്റിക്കേഴ്സിൽ ഞാൻ എടുത്ത് പറയാൻ പോകുന്ന കുറച്ചധികം സ്റ്റിക്കേഴ്സ് ഉണ്ട്. ആ സ്റ്റിക്കേഴ്സിനും കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമതാണ് നമ്മുടെ ഈ പറയുന്ന ഐപോഡിൻ്റെ ഒരു സ്റ്റിക്കർ. ഈ പറഞ്ഞ ഐപോഡ് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത ഒരു പ്രൊഡക്റ്റാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഐപോഡിൽ നമ്മൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ മ്യൂസിക്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആപ്പിൾ മ്യൂസിക്കിൽ ചിലപ്പോൾ കുറേ അധികം മാറ്റങ്ങളും ഫണ്ടമെൻ്റലായ കുറച്ചധികം യൂസർ ഇൻ്റർഫേസ് ചേഞ്ചസും വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ മ്യൂസിക്സിനും കുറേയധികം ലീക്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഐപോഡ് മ്യൂസിക് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മ്യൂസിക് ഇൻ്റർഫേസിനുള്ള ആ ഒരു റെഫറൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് വരുന്ന ഒരു ചേഞ്ച് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഫോണിൻ്റെ ഒരു ഇമോജി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ഐഫോണിൽ ഒരു ജിഗിൾ മോഡിൽ നിന്ന് ആപ്ലിക്കേഷൻസ് ചേഞ്ച് ചെയ്യുന്ന ഒരു ചെറിയ ജിഫ് പോലത്തെ ഒരു സ്റ്റിക്കറാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ iOSലും നമുക്ക് യൂസർ ഇൻ്റർഫേസ് നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ചധികം യൂസർ ഇൻ്റർഫേസിന് മാറ്റങ്ങൾ വരും എന്ന് പറയുന്നുണ്ട്. അതും ഈ പറയുന്ന റെഫറൻസ് തന്നെയായിരിക്കാം. തൊട്ടപ്പുറത്ത് ഒരു മാക്കിൻതോഷിൻ്റെ ഫൈൻഡർ എന്ന് പറയുന്ന ഇമോജി അല്ലെങ്കിൽ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് മാക്കിൻതോഷ് എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നുണ്ട് മാക്കിൻതോഷിൻ്റെ ഒരു 15 ഇഞ്ചിൻ്റെ ഒരു എയർ റിലീസ് ആവാൻ ചാൻസ് ഉണ്ടെന്ന്. അതിൻ്റെ ഒരു റെഫറൻസ് ആയിരിക്കാം ഈ പറയുന്ന ഈ ഒരു സ്റ്റിക്കർ. എല്ലാവരും എന്ന് പറയുന്നത് വൺ ഓഫ് ദ ടോപ്പ് ലീക്കറായ നമ്മുടെ മാർഗർമനും അതേപോലെ മിഞ്ചിക്കോയും എല്ലാവരും പറയുന്നതും സെയിം കാര്യം തന്നെയാണ്. ഈ പറയുന്ന ആപ്പിൾ M3 സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ M2 സീരീസിൽ ഒരു 15 ഇഞ്ചിൻ്റെ MacBook Air റിലീസ് ചെയ്യും. നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ MacBook Air എന്ന് പറഞ്ഞാൽ 13 ഇഞ്ചാണ്. 14 ഇഞ്ചും 16 ഇഞ്ചും മാത്രമുള്ളൂ ഒരു പ്രോ സീരീസിൽ. ഈ രണ്ട് സീരീസിൻ്റെയും ഇൻബിറ്റ്വീനായിട്ട് ഒരു 15 ഇഞ്ചിൻ്റെ ഒരു M2 സീരീസിൽ പവർ ചെയ്യുന്ന അല്ലെങ്കിൽ M2 പ്രോയോ M2 അൾട്രയോ ആവാം അല്ലെങ്കിൽ M2യുടെ ഏതെങ്കിലും ഒരു സീരീസ് ആവാം ഈ പറയുന്ന ഒരു എയർ നമുക്ക് റിലീസ് ആവാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം എല്ലാവരും കരുതി അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ പറഞ്ഞ WWDC23ൽ ഒരു AR/VR ഹെഡ്സെറ്റ് ഉണ്ടാകുമെന്നാണ് ഞാനും ഉറപ്പിച്ച് പറയാനുള്ള കാരണം. അതിന് സോളിഡ് റീസൺ ഞാൻ പറയാം. നമ്മുടെ അടുത്തൊരു ഇമോജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ARൻ്റെ ഒരു ഇമോജിയാണ് അല്ലെങ്കിൽ സ്റ്റിക്കറാണ്. ഈ ഒരു ARൻ്റെ സ്റ്റിക്കർ നമ്മൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിളിൻ്റെ വെബ്സൈറ്റിലേക്ക് പോവുക. ആപ്പിൾ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ ഐഫോണോ മാക്ബുക്കോ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുക്കുക. കുറച്ച് താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ വ്യൂ ഇൻ AR എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. ഞാൻ എപ്പോഴും പറയാറുണ്ട് ആപ്പിൾ ഒരു ലീക്ക് തരികയാണെങ്കിൽ അല്ലെങ്കിൽ ആപ്പിൾ ഒരു സ്റ്റിക്ക് തരികയാണെങ്കിൽ അത്രമാത്രം ചിന്തിച്ച് കുറേ കാര്യങ്ങൾ അതിൽ ഹിഡനായിട്ട് വെച്ചിട്ടായിരിക്കും ആപ്പിൾ പീപ്പിളിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ ഇവൻറ്റിൽ AR/VR ഹെഡ്സെറ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഒരു സ്റ്റിക്കറിലൂടെ റെഫറൻസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു മാക്കിൻതോഷ് കാണുന്നുണ്ട്. ഈ ഒരു മാക്കിൻതോഷും ഒന്നെങ്കിൽ ഈ പറഞ്ഞ 15 ഇഞ്ചിൻ്റെ MacBook Air ആയിരിക്കാം, അല്ലെങ്കിൽ ഇത്രയും നാളായിട്ടും മാക് ലൈനപ്പിൽ വരാത്ത ഒരേ ഒരു വിശിഷ്ട വ്യക്തിയാണ് മാക് പ്രോ എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മാക് പ്രോ എന്ന് പറഞ്ഞാൽ ഇൻ്റൽ ബേസ്ഡ് ആയ മാക് പ്രോ ആണ്. അതിനും ഒരു വിരാമം കുറിച്ചുകൊണ്ട് മാക്ബുക്കിൻ്റെ അല്ലെങ്കിൽ മാക്കിൻ്റെ സ്വന്തം ലൈനപ്പിലേക്ക് നമുക്ക് മിക്കവാറും ഈ പറഞ്ഞ മാക് പ്രോ
വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇമോജീസ് അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സിൽ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിച്ചത്. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സ്റ്റിക്കേഴ്സിൽ വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അടുത്ത് നിന്ന് അറിയാനും ഞാനും താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരെയും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലയും കൂടെ എനേബിൾ ചെയ്യേണ്ടതാണ്. ആൻഡ് ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. അതല്ല നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ Instagram too. And thank you so much for watching this short video. This is Abin Xavier signing from Evika.